അഡ്വക്കേറ്റ് അരുണിന് ആനകളോടുള്ള കമ്പം കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിലെങ്ങാനും ഒരാനയെ കാണുകയാണെങ്കിൽ ഉടൻ വണ്ടിയിൽ നിന്നും ഇറങ്ങും, ആനയുടെ പിന്നാലെ കൂടും. അതോടെ സ്കൂളും ക്ലാസ്സും എല്ലാം മറക്കും. അത്രത്തോളം ആനകളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ് അഭിഭാഷകൻ കൂടിയായ അരുൺ. ആ ആഗ്രഹം ഇദ്ദേഹത്തെ കൊണ്ട് കേരളത്തിലെ എണ്ണം പറഞ്ഞ പല ആനകളെയും വാങ്ങിച്ചു. ആനകൾക്ക് വേണ്ടി സംഘടന രൂപീകരിക്കുവാനും ദേശീയ ശ്രദ്ധ കിട്ടിയ പല വിധികൾ ആനകൾക്ക് വേണ്ടി വാദിച്ച് നേടിയെടുക്കുവാനും ഈ അഭിഭാഷകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം 5 ആനകളെ വരെ പരിപാലിച്ചിരുന്ന വിഷ്ണു വിജയം എന്ന വീട്ടിലേക്ക് ജഗന്നാഥൻ അയ്യപ്പനായി വന്നു കയറുമ്പോൾ ഇവിടെ മറ്റാനകളെല്ലാം പിരിഞ്ഞു പോയിരുന്നു. ആനപ്രേമിയായ അരുണിൻ്റെ മനസ്സിലേറ്റ വലിയൊരു മുറിവായിരുന്നു അതിന് പിന്നിൽ. കേരളത്തിലെന്നല്ല, ലോകമെമ്പാടുമുള്ള ആന സ്നേഹികളെ ഞെട്ടിച്ച ഒരു കൊലപാതകം ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. അതിൻ്റെ നടുക്കത്തിൽ നിന്ന് ഇന്നും മോചിതനായിട്ടില്ല അരുൺ. അരുണിൻ്റെ ആനകളുടെ കൂട്ടത്തിൽ ആകാരഭംഗി കൊണ്ട് ആരെയും ആകർഷിച്ചിരുന്ന ആനയായിരുന്നു അരുൺ പരമേശ്വരൻ. ഒപ്പാലശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് മടങ്ങിയ പരമേശ്വരനെ പാപ്പാൻ താണിപ്പുഴയ്ക്കടുത്തുള്ള ഒരു പുരയിടത്തിൽ കെട്ടി. പുലർച്ചെ പാപ്പാൻ വരുമ്പോൾ ആന ഭയാനകമാംവിധം കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരോ അവന് കൈതച്ചക്കയിൽ സോഡിയം സയനൈഡ് നിറച്ച് നൽകുകയായിരുന്നു. മനസ്സുകൊണ്ട് ആ ദുരന്തം താങ്ങുവാനാകാതെ അരുൺ ബാക്കി നിന്ന ആനകളെ വിറ്റു. അങ്ങനെ ആനകൾ ധാരാളം വിരാജിച്ചിരുന്ന തറവാട് ശൂന്യമായി നിൽക്കുന്ന വേളയിലാണ് അയ്യപ്പൻ കടന്നു വരുന്നത്. വീണ്ടും ഒരാനയെ വേണമെന്ന ചിന്ത അരുണിൽ കലശലായി തോന്നിയ കാലം കൂടിയായിരുന്നു അത്. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉയരക്കുറവിനെക്കുറിച്ചോർത്ത് അങ്ങനെ വേദനിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ തീർത്തും പറയാം. ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ വേഗതയിലാകും കാര്യങ്ങൾ. എല്ലാ ദിവസവും യാത്രയാണ്. വലിയ ഗജകേസരികൾക്കൊപ്പം തല ഉയർത്തി അയ്യപ്പനും നിൽക്കും. ഒന്ന് പോടാ എന്ന മട്ടിൽ. മാത്രമല്ല, കൂട്ടത്തിലുള്ളവരോട് അനാവശ്യമായി എന്തെങ്കിലും വർത്തമാനം പറയുവാനോ തർക്കിക്കുവാനോ ഒന്നും അയ്യപ്പൻ നിൽക്കാറില്ല. കഴിവതും ആരോടും ഒരു കുശലാന്വേഷണം പോലും നടത്താറില്ല. തൻ്റെ പാടേ വിധിയെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് നിൽക്കും. ചടങ്ങുകളെ ഭംഗിയാക്കും, മടങ്ങും. അതിന് നിങ്ങൾ മാർക്കിടുകയാണെങ്കിൽ അയ്യപ്പന് തന്നെ ഫസ്റ്റ് കൊടുക്കും. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് പുത്തൻവേലിക്കര അമ്പലത്തിലെ എഴുന്നള്ളത്ത് നടക്കുന്ന സമയം. അയ്യപ്പൻ ഉൾപ്പെടെ 9 ആനകളുണ്ട്. വന്ന നേരം മുതൽ പലരും തമ്മിൽ ചില കശപിശകൾ. ചില ആളുകൾ പ്രതാപം കാണിക്കുവാൻ വീമ്പിളക്കുന്നത് പോലുള്ള വർത്തമാനങ്ങളാണ്. അയ്യപ്പൻ ആദ്യമേ തന്നെ അതിൽ നിന്നെല്ലാം മാറി നിന്നു. സംഗതി അത്ര പന്തിയല്ലെന്ന് അവന് തോന്നി. ആ കണക്ക് കൂട്ടൽ കൃത്യമായിരുന്നു. എഴുന്നള്ളത്ത് കഴിഞ്ഞതും 2 കൂറ്റന്മാർ തമ്മിലിടഞ്ഞു. പോർവിളിയും അട്ടഹാസവുമായി അമ്പലമുറ്റമാകെ അലങ്കോലം. തെരുവ് ഗുണ്ടകളെ പോലെ അവർ കിടന്ന് പോർവിളിക്കുന്നതിനിടയിൽ മറ്റുള്ള ആനകളും വിരണ്ടു. പല ആനകളും ചിതറി ഓടി. പക്ഷെ അയ്യപ്പൻ മാത്രം ഒന്നിനും മുതിരാതെ ഒരിടം നോക്കി മാറി നിന്നു. തികച്ചും ശാന്തനായി, അതിലും സൗമ്യനായി, സംയമനത്തോടെ. പാപ്പാൻ വാസുവിനെ തുമ്പിയിൽ ചേർത്ത് പിടിച്ചുള്ള ആ ഒരു നില അവിടെ കൂടിയവരാരും ഒരിക്കലും മറക്കില്ല. അങ്ങനെ പ്രതാപശാലികളെ തൻ്റെ സംയമനം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു അയ്യപ്പൻ. ഞാനൊരു 15 ദിവസത്തോളം പണി തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ ആനയുടെ കൂടെ വന്നിട്ട് 6 വർഷം പൂർത്തീകരിച്ചു. വേറെ വൃത്തിയായിട്ടും കുഴപ്പമൊന്നും എഴുന്നള്ളിപ്പ് സ്ഥലത്ത് കുഴപ്പമില്ല, പണി സ്ഥലത്തും കുഴപ്പമില്ല, മറ്റു യാതൊരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല. നല്ല ചെറുപ്പത്തിലെ പണി എടുത്താണ്. ഇപ്പോൾ നമ്മുടെ മുതലാളി എന്ന ഡീസൻ്റായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞ അടുത്ത് മുതലാളിക്കില്ല, മുതലാളി പറഞ്ഞ അടുത്ത് എനിക്കുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കഴിയണം. അങ്ങോട്ടും കൂടി ഇതുവരെ വാക്ക് വ്യത്യാസനോ മാറിയിരിക്കാൻ അങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടില്ല. അനവധി ഉടമസ്ഥന്മാരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഉടമസ്ഥൻ്റെ കൂടെ നിന്നിട്ടില്ല. എനിക്കൊരു പറ്റിയ ആനയ്ക്ക് പറ്റിയ ആനക്കാരനായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഒരു അലമ്പും തമ്മിൽ എന്നെ പറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യും. കൂടെ സ്റ്റാഫുകൾ ഇങ്ങനെ ഉണ്ട്, അവരെ കൊണ്ടൊക്കെ ഞാൻ അടുത്ത് നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്താറുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒന്നാം പാപ്പാനായിട്ട് മാത്രമാണ് എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യമുള്ളൂ.
അപ്പോൾ അത് കാരണം ഞാൻ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആന വിട്ടിട്ട് വേറെ ആശാൻ കളിക്കാനായിട്ട് വേറെ രീതിയിലോ അങ്ങനെ പോയിട്ടില്ല. അത് കാരണം അതൊന്നും തോന്നുന്നു എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എഴുന്നള്ളിപ്പും പണിയും എല്ലാം ഇതിലെ കൊണ്ടായാലും വഴിക്കൂടെ കൊണ്ടായാലും ഇതിലെ കൊണ്ടായാലും ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല.